നിപ്പ പ്രതിരോധത്തിൽ ഏകോപനമില്ലെന്ന പ്രതിപക്ഷ വിമർശനം നിലനിൽക്കെ കോഴിക്കോട്ടെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു. മന്ത്രി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. അതേസമയം നിപ്പ ബാധിതനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 43-കാരൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വിബീഷ് വിശദാംശങ്ങളുമായി. വിബീഷ്, വലിയ വിമർശനങ്ങൾക്കിടെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് കോഴിക്കോട്ടെത്തിയതും അവലോകന യോഗം ചേർന്നതും. അവലോകന യോഗത്തിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തീരുമാനങ്ങൾ കൈക്കൊണ്ടു? എങ്ങനെയായിരിക്കും അതിൻ്റെ വിശദീകരണം? രോഗിയുടെ ഇപ്പോഴത്തെ നില എങ്ങനെ? പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചതിനു പിന്നാലെയാണ് ആരോഗ്യമന്ത്രി നേരിട്ട് കളത്തിലിറങ്ങി നിപ്പ പ്രതിരോധത്തിന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥിതി ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ ആരോപണം മതിയായ ഏകോപനമില്ല, ജാഗ്രതയില്ലാതെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന തരത്തിലായിരുന്നു. ഇതോടെയാണ് ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് കോഴിക്കോടെത്തി. കോഴിക്കോട് കലക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുത്തു. പ്രതിരോധം ഊർജിതമാക്കാനും വ്യാപനം ഇല്ലാതാക്കാനുമുള്ള തീരുമാനങ്ങളാണ് ഉന്നത ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലുണ്ടായത്. ഈ കാര്യങ്ങൾ മന്ത്രി ഉടൻ വിശദീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ വാർത്താ സമ്മേളനം 2:30 ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. യോഗത്തിനു പിന്നാലെ ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. അവിടുത്തെ പ്രിൻസിപ്പലും അടക്കമുള്ളവരുമായും അതുപോലെ ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യ വിവരങ്ങളും മന്ത്രി മെഡിക്കൽ കോളേജിൽ നിന്ന് ചോദിച്ചറിയും. ഇതിനുശേഷമാണ് മന്ത്രി മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 43-കാരനായ രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതേസമയം രോഗവ്യാപന തോതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ജില്ലക്ക് ആശ്വാസമാണ്. നേരത്തെ ഹൈ റിസ്കിലുണ്ടായിരുന്ന 3 പേരുടെ, അതായത് ഈ രോഗിയുടെ ബന്ധുക്കളായ 3 പേരുടെ ഫലം നെഗറ്റീവായി മാറി. എന്നാൽ 4 പേരെ കൂടി പുതുതായി നിരീക്ഷണത്തിനായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രോഗിയുമായി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ആരോഗ്യവകുപ്പ് കൂട്ടി. ഇപ്പോൾ 100 പേരാണ് സമ്പർക്ക പട്ടികയിൽ മൊത്തം ഉള്ളത്. ഇതിൽ 4 പേരാണ് ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിനടക്കം ഇന്ന് ആരോഗ്യമന്ത്രി മറുപടി നൽകും. സൈഫോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിന് ഇന്ന് ആരോഗ്യമന്ത്രി മറുപടി നൽകണം. പ്രധാനമായി മറുപടി നൽകേണ്ട കാര്യം PM മുഹമ്മദ് റിയാസ് ഇന്നലെ ഉന്നയിച്ചത് എന്ന് വെച്ചാൽ ഒരു ഹൈ റിസ്ക് പട്ടികയിലുള്ള ആളുകളെയൊക്കെ കൂട്ടി രോഗം സ്ഥിരീകരിക്കപ്പെട്ട വ്യക്തിയുടെ മേഖലയിൽ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കേണ്ട ഗൗരവതലത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് ഇന്നലെ AP അനിൽകുമാർ പറഞ്ഞത്. അത് തന്നെ ആവർത്തിക്കുകയായിരിക്കും എന്ന് കെ മുരളീധരൻ ചെയ്യാൻ പോകുന്നത്. ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഏർപ്പെടുത്തിയില്ല എന്നതടക്കം ഇതിലുണ്ടായ വീഴ്ചകളിൽ എന്തു മറുപടിയായിരിക്കും കെ മുരളീധരൻ നൽകാൻ പോകുന്നത്? വിബീഷ്, അതായത് ആരോഗ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് മറുപടി നൽകും. അതിൽ പ്രധാനമായും ഒരു കാര്യം, കോഴിക്കോട്ട് CPM തന്നെ തെരുവിലിറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിക്കെതിരെ ഏകോപനമില്ലാതെയാണ്. അതിനൊരു പ്രധാന കാരണം തന്നെ നിപ്പയുടെ കൺട്രോൾ റൂമിലെത്തിയ സ്ഥലം MLA കൂടിയായ PM മുഹമ്മദ് റിയാസിനെ തടയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിവരങ്ങൾ കൈമാറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇതോടെയാണ് CPM തെരുവിലിറങ്ങുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നാലെയാണ് ആരോഗ്യമന്ത്രി പെട്ടെന്ന് യോഗം വിളിക്കുകയും കോഴിക്കോട്ട് എത്തുകയും ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായത്. ഇത് അപ്പോൾ നിപ്പയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ വാക്ക് തർക്കം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്, പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ. ഇതിനെല്ലാം കൂടി ഇന്ന് ആരോഗ്യമന്ത്രി വിശദീകരണം നൽകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 2:30 മണിക്ക് നടക്കുന്ന ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ CPM-നും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും ഉള്ള മറുപടി ഉണ്ടാകും. ഒപ്പം എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നു, മുന്നോട്ടുള്ള നിപ്പ പ്രതിരോധം ഏത് തരത്തിലായിരിക്കും എന്ന കാര്യങ്ങളെല്ലാം മന്ത്രി വിശദീകരിക്കും. എന്തായാലും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടുണ്ട്. കലക്ടറേറ്റിൽ ഉന്നതതല അടിയന്തര അവലോകന യോഗം ചേർന്ന് കഴിഞ്ഞു. അല്പസമയത്തിനകം കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണും. പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരുടെ യോഗം നടന്നത്. ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ, ഏറ്റവും ഒടുവിൽ നിപ്പ പ്രതിരോധ പ്രവർത്തന നടപടികളുമായി കൈക്കൊണ്ട കാര്യങ്ങൾ, അതിലൊക്കെ ഒരു വിശദീകരണവും പ്രഖ്യാപനവും മന്ത്രി അല്പസമയത്തിനകം നടത്തും. വിബീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.